1946 ജൂലൈ 6 ന്യൂയോർക്ക് നഗരത്തിലെ ഒരു ഹോസ്പിറ്റലിൽ തന്റെ ഭാര്യയുടെ പ്രസവം കാത്തിരിക്കുകയാണ് ഫ്രാൻസിസ്കോ. ഭാര്യയുടെ പ്രസവം അത്ര സുഖകരമാകാൻ പോകുന്നില്ല എന്ന വാർത്ത അയാളെ ഒന്ന് ഭയപ്പെടുത്തി. ഭാര്യയ്ക്ക് ധൈര്യം നൽകി ലേബർ റൂമിന് പുറത്ത് അയാൾ കാത്തിരുന്നു. പ്രസവ സമയത്തെ ഒരു കയ്യബദ്ധം കാരണം ജനിച്ച കുട്ടിയുടെ മുഖത്തിന്റെ ഇടതുഭാഗത്തിന് താഴെയായി പാരലൈസ് ചെയ്യപ്പെട്ടു. പ്രസവ സമയത്ത് ഉപയോഗിച്ച ചവണ പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചതിലെ പാളിച്ചയാണ് ഈ അപകടം വരുത്തിയത്. വളർന്നു വന്നപ്പോൾ വികൃതമായ തന്റെ മുഖം ആ കുട്ടിയെ നൊമ്പരപ്പെടുത്തി. മുഖത്തിന്റെ വൈകല്യം മാത്രമായിരുന്നില്ല അവന്റെ പ്രശ്നം. മുഖത്തെ ചില പേശികൾ പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സ്പഷ്ടമാവാതെ വരുന്നതും മറ്റുള്ള കുട്ടികളിൽ നിന്നും അവനെ ഒരു പരിധിവരെ തഴയപ്പെടാൻ കാരണമാക്കി. വളർച്ചയുടെ ഘട്ടങ്ങളിൽ മറ്റൊരു ആഘാതമായി അച്ഛനും അമ്മയും ദാമ്പത്യ ജീവിതം വേർപെടുത്തി. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ ആ കുരുന്നു ബാല്യം കണ്ണീരൊഴുക്കി. ഈ വൈകല്യം കാരണം ഒരു ജോലിയും നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ എന്ന അവന്റെ അമ്മയുടെ വാക്കുകൾ ആ കുരുന്നിന്റെ ഹൃദയം തകർക്കാൻ മാത്രം പോന്നതായിരുന്നു. തലച്ചോറില്ലാത്ത കുട്ടിയാണ് നീ എന്ന് അച്ഛനും പഴി പറഞ്ഞത് ആശ്വാസം നൽകാൻ തനിക്ക് ആരുമില്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ അവന് സഹായിച്ചു. മനസ്സു മരവിച്ച ഒരു കുട്ടിക്ക് സ്കൂളിൽ തിളങ്ങാൻ സാധിക്കുമോ? സാധിക്കില്ല. സ്കൂളുകളിൽ നിന്നും 3 വട്ടം പുറത്താക്കപ്പെട്ടു അവൻ. അവസാനം വൈകല്യമുള്ള കുട്ടികൾക്ക് മാത്രമായുള്ള സ്കൂളിൽ പഠിക്കേണ്ടി വന്നു. നൊമ്പരത്തിന്റെ ബാല്യവും ഒറ്റപ്പെടലിന്റെ കൗമാരവും എത്രയും പെട്ടെന്ന് ഒരു യുവാവാൻ അവനെ അതിയായി ആഗ്രഹിപ്പിച്ചു. തന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടെന്നും അവർക്കൊക്കെ തന്റെ ജീവിതം ഒരു മാതൃകയായിരിക്കണമെന്നും അവൻ ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി അവൻ കണ്ടെത്തിയ വഴി സിനിമാ ലോകമായിരുന്നു. യുവാവായ സമയത്ത് മിയാമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഭിനയം പഠിക്കാനായി അവൻ ചെന്നെത്തി. അവിടുത്തെ പഠനം പോരാ എന്ന് തോന്നിയപ്പോൾ ന്യൂയോർക്കിലേക്ക് ചേക്കേറി. എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അവന്റെ ആഗ്രഹങ്ങൾക്ക് നേരെ വിപരീതമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിനായി ഓഡിഷനുകളിൽ നിന്നും ഓഡിഷനുകളിലേക്കുള്ള നിലയ്ക്കാത്ത ജീവിത പാച്ചിലായിരുന്നു മിച്ചം. ഏജന്റുമാർ മാത്രമല്ല, സ്വന്തം ഭാര്യ പോലും വൈകല്യമുള്ള മുഖത്തിന് ഉടമയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അവന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങ് തടിയായി നിന്നു. സിനിമാ മോഹം നിർത്തി വല്ല പണിക്കും പോകൂ എന്ന് നിരന്തരം ഭാര്യ അവനെ ഉപദേശിക്കാൻ തുടങ്ങി. പക്ഷേ അതൊന്നും അവന്റെ മനസ്സിനെ തളർത്തിയില്ല. തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഇനിയൊരു പിൻവാങ്ങലില്ലെന്ന ദൃഢമായ പ്രതിജ്ഞ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ നിരന്തരം വഴക്കിടുന്ന ഭാര്യയോടൊത്ത് തീരെ മെച്ചമല്ലാത്ത ജീവിത സൗകര്യത്തിന് നടുവിൽ ഏതെങ്കിലും സിനിമയിൽ ഒരു റോൾ ലഭിക്കുവാനായുള്ള തന്റെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു. അവൻ ജീവിതത്തോട് മല്ലിട്ടു. സ്വപ്നം പൂർത്തീകരിക്കാനുള്ള വിശപ്പ് അവന്റെ മനസ്സിനെ നിരന്തരം വേട്ടയാടി. ഒടുവിൽ ഒരു സിനിമയിൽ മുഖം കാണിക്കാൻ അവന് അവസരമൊത്തു. പതുക്കെ പതുക്കെ ചെറിയ റോളുകളൊക്കെ ലഭിക്കാൻ തുടങ്ങി. എന്നാൽ ചെറിയ റോളുകളിൽ നിന്നും വലിയ റോളുകളിലേക്ക് ആരും തന്നെ അവനെ വിളിച്ചില്ല. വൈകല്യമുള്ള മുഖമുള്ള ഒരാളെ ഹീറോ ആക്കാൻ ഹോളിവുഡ് പോലെയുള്ള ഒരു സിനിമാ ലോകത്ത് ആരാണ് ധൈര്യപ്പെടുക? പക്ഷേ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്ക് മുമ്പിലും ജീവിതത്തോട് മല്ലിട്ടുകൊണ്ട് അവൻ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് തന്നെ അടിയുറച്ച് വിശ്വസിച്ചു. സിനിമകളിൽ ചെറിയ റോളുകൾ മാത്രം ലഭിച്ചിരുന്ന നമ്മുടെ നായകന് ഒടുവിൽ ഒരു നായക കഥാപാത്രം തന്നെ ലഭിച്ചു. അത് പക്ഷേ ഒരു പോൺ സിനിമയിലായിരുന്നു. അതെ, ഒരു നീലച്ചിത്രം. ആ നീലച്ചിത്രത്തിൽ നായകനായി അഭിനയിക്കുമ്പോൾ ഇനി മുതൽ തനിക്ക് വലിയ റോളുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അവന്റെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും ജീവിതം അവനോട് യുദ്ധം ചെയ്യുകയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. അഭിനയമെന്ന മോഹം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് അവൻ. പക്ഷേ സ്വപ്നം കണ്ട പോലെ ഒന്നും നടക്കുന്ന ലക്ഷണമേയില്ല. കളിയാക്കി ചിരിക്കുന്ന ജീവിതവും വീട്ടിലെത്തിയാൽ ഭാര്യയുടെ കുത്തുവാക്കും ആ യുവാവിനെ വീണ്ടും മാനസികമായി തളർത്താൻ കാലത്തിനായി. പക്ഷേ തന്റെ അഭിനയമോഹം കൈവിടാൻ അപ്പോഴും അവൻ തയ്യാറല്ലായിരുന്നു. നഗരത്തിലെ ഒരു ലൈബ്രറിയിൽ അഭയം തേടുകയായിരുന്നു പിന്നീട് അവന്റെ ഏക ആശ്രയം. പുസ്തകങ്ങൾ വായിച്ചു വായിച്ച് ഒടുവിൽ അവൻ അത് കണ്ടെത്തി. കഥകൾ എഴുതാൻ തനിക്കും സാധിക്കുമെന്ന കാര്യം. അവന്റെ കഥ പറച്ചിലിന് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പ്രധാനമായും മോട്ടിവേഷൻ കഥകളാണ് അവന്റെ ആയുധം. ദുർഘടമായ ഒരു സാഹചര്യത്തിൽ നിന്നും ഉന്നതിയുടെ കൊടുമുടിയിലേക്ക് കയറിപ്പോകുന്ന നായകന്റെ കഥകൾ അവന്റെ സ്വപ്നം പോലെ തന്നെ. വാക്കുകൾക്കുള്ളിൽ അവൻ ഒളിപ്പിച്ച മാന്ത്രികത ആരുടെയും മനം കവരാൻ പോന്നതായിരുന്നു. ലൈബ്രറിയിലും വീട്ടിലുമായിക്കൊണ്ട് ഒരു പിടി കഥകൾ എഴുതാൻ അവൻ നിരന്തരം ശ്രമിച്ചു. എന്നാലും തന്റെ സ്വപ്നം ഇതൊന്നുമല്ല, തനിക്കൊരു കഥാകാരനായി ജീവിതമൊടുക്കാൻ താല്പര്യമില്ല എന്ന്
നിരന്തരം അവൻ അവനോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കഥ എഴുതുന്നതിലൂടെ എങ്ങനെ സിനിമയിലേക്ക് കടക്കാം എന്നതായിരുന്നു അവൻ്റെ അടുത്ത ചിന്ത. അത് ഒരു പോരാളിയുടെ ലക്ഷണമാണ്, ധീരനായ പോരാളിയുടെ ലക്ഷണം. ഭീരുക്കൾ യുദ്ധമുഖത്തു നിന്നും തിരിഞ്ഞോടിയ ചരിത്രമേയുള്ളൂ. ധീരന്മാർ മരണം വരെ പോരാടും. വിജയം അല്ലെങ്കിൽ മരണം, അതാണ് അവരുടെ രീതി. ഡു ഓർ ഡൈ. തൻ്റെ ചില കഥകൾ വിറ്റുകൊണ്ട് ജീവിക്കാനുള്ള ചെറിയ തോതിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അയാൾക്ക് സാധിച്ചെങ്കിലും ജീവിതം അപ്പോഴും ഒരു കരിമ്പാറ കെട്ടുപോലെ അവൻ്റെ മുമ്പിൽ ഉറച്ചു നിന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവർ ഇരുട്ടിന് സൂര്യൻ ഉദിക്കുന്നത് വരെ മാത്രമേ സമയമുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ്. അങ്ങനെയിരിക്കെയാണ് എല്ലാവരോടും തോറ്റു തുന്നം പാടുന്ന ചക്ക് വെപ്നർ എന്ന റെസ്ലിംഗ് താരം പ്രശസ്ത റെസ്ലിംഗ് താരമായ മുഹമ്മദ് അലിയെ റെസ്ലിംഗ് ബോക്സിൽ വെച്ച് തോൽപ്പിക്കുന്നത്. ഇത് നമ്മുടെ യുവാവിൻ്റെ മനസ്സിൽ പുതിയൊരു ആശയം മുളപ്പിക്കാൻ കാരണമായി. എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരുവൻ്റെ വിജയം എന്ന ആശയം, അത് അയാളുടെ മനസ്സിൽ കത്തിയാളി. ആ ആശയം ഉപയോഗിച്ചുകൊണ്ട് ഒരു കഥ എഴുതാൻ അവൻ തീരുമാനിച്ചു. വെറും 3 ദിവസം കൊണ്ട് ആ കഥയും കഥയ്ക്ക് ഒരു തിരക്കഥയും അവൻ മെനഞ്ഞെടുത്തു. അതേസമയം സിനിമകളിലെ വലിയ റോളുകൾ തേടി അവൻ അലഞ്ഞുകൊണ്ടേയിരിക്കുകയുമായിരുന്നു. റോളുകൾ തേടി അലയുമ്പോഴും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സിനിമാ കഥ അവൻ കളഞ്ഞില്ല. ഒരു കച്ചിത്തുരുമ്പ് തനിക്ക് കിട്ടാതിരിക്കില്ല എന്ന പ്രതീക്ഷയുടെ തീനാമ്പ് അവൻ്റെ ഉള്ളിൽ സദാ എരിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ അവൻ ഒരു ഓഡിഷനിൽ പങ്കെടുക്കാനിടയായി. അഭിനയിക്കാൻ പക്ഷേ റോളൊന്നും ലഭിച്ചില്ല. അതവന് പുത്തരിയല്ല എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തോൽക്കാൻ അവന് പക്ഷേ മനസ്സിലായിരുന്നു. തൻ്റെ കയ്യിലുള്ള തിരക്കഥ ഓഡിഷൻ നടത്തുന്നവരെ കേൾപ്പിക്കാൻ അവൻ ശ്രമിച്ചു. കഥ കേൾക്കാൻ ഒടുവിൽ അവർ മനസ്സ് കാണിച്ചു. എന്നു മാത്രമല്ല, ആ കഥ അവർക്ക് അതിയായി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ സിനിമയിലെ നായകനായി താൻ തന്നെ അഭിനയിക്കണമെന്ന വാശി നമ്മുടെ യുവാവിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം അവർ അംഗീകരിച്ചില്ല. ഇത്രയും നല്ല കഥയിൽ തന്നെപ്പോലെ ഒരു വൈകല്യമുള്ള വ്യക്തിയെ എങ്ങനെയാണ് നായകനായി അവതരിപ്പിക്കുക എന്ന ചോദ്യം അവന് നേരെ ഉതിർക്കാൻ അധികം സമയമൊന്നും അവർക്ക് വേണ്ടി വന്നില്ല. അതിനാൽ വളരെ വലിയൊരു തുകയ്ക്ക് ഈ കഥ തങ്ങൾക്ക് വിൽക്കണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവനാണ് നമ്മുടെ നായകൻ. ഈ സമയത്ത് ഇങ്ങനെയൊരു ഓഫർ ലഭിച്ചാൽ ആരും തന്നെ നിരസിക്കാൻ മനസ്സ് കാണിക്കില്ല. ഇനിയും ഒരു കഥ എഴുതി ഇതുപോലെ ആരെയെങ്കിലും സമീപിക്കാമല്ലോ. ആരായാലും ഇങ്ങനെ ചിന്തിച്ചു പോകും, ഒരു പോരാളി ഒഴികെ. കളിയാക്കലുകൾക്കും കുത്തുവാക്കുകൾക്കുമിടയിൽ നിന്നും ഒരു ഭീരുവിനെപ്പോലെ ഒളിച്ചോടാതെ ജീവിതത്തെ പടുത്തുയർത്താൻ അവൻ പെട്ട പാട് അവനും അവൻ്റെ ദൈവത്തിനും മാത്രമേ അറിയൂ. വലിയൊരു തുക ഓഫറായി നൽകാമെന്ന് പറഞ്ഞിട്ടും ആ ഓഫർ നിരസിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല നമ്മുടെ നായകൻ. തൻ്റെ സിനിമയിലെ നായകനായി താൻ തന്നെ മതിയെന്ന് വാശി പിടിക്കാൻ അവൻ ധൈര്യം കാട്ടി. ആ യുവാവിൻ്റെ തിരക്കഥ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ സിനിമക്കാർക്ക്. എന്നാൽ കഥ വിൽക്കാനോ വിട്ടുതരാനോ ഇവൻ മുതിരുമെന്ന് തോന്നുന്നില്ല എന്ന് അവർ മനസ്സിലാക്കി. ഒടുവിൽ ചെറിയ ചില നിബന്ധനകളുടെ മേൽ നമ്മുടെ യുവാവിനെ നായകനാക്കാൻ അവർ സമ്മതിച്ചു. $1 മില്യൺ ചിലവ് വരുന്ന സിനിമയെടുക്കാനാണ് പദ്ധതി. അന്നത്തെ കാലത്ത് നല്ലൊരു ഹോളിവുഡ് ഫിലിം നിർമ്മിച്ചെടുക്കാൻ പോന്ന ഏറ്റവും ചുരുങ്ങിയ പണമായിരുന്നു അത്. ആ പണം കൊണ്ട് വളരെ മികച്ച ഒരു സിനിമ നിർമ്മിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. പക്ഷേ ഇതുവരെ തോൽക്കാത്ത താൻ ഇനി എങ്ങനെ തോൽക്കുമെന്ന് മാത്രമാണ് അവൻ ചിന്തിച്ചത്. തൻ്റെ ഭാര്യയെയും സഹോദരനെയും സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരാക്കിയാൽ കുറച്ചൊക്കെ ചിലവ് തനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നവൻ മനസ്സിലാക്കി. ഷൂട്ടിംഗ് സമയത്ത് ധാരാളം അവശതകൾ അവനെ തേടിയെത്തിയിരുന്നു. സെറ്റിൽ വെച്ച് അവശനായി തലകറങ്ങി വീണ സംഭവങ്ങൾ പോലും ഉണ്ടായി. പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്തവർ വിജയിക്കും എന്ന വാക്കുകളെ ശരിവച്ചുകൊണ്ട് അവൻ്റെ സിനിമ ഒടുവിൽ പുറത്തിറങ്ങി. 1976 പുറത്തിറങ്ങിയ റോക്കി എന്ന സിനിമയായിരുന്നു അത്. നായകനായി അഭിനയിച്ചത് മറ്റാരുമായിരുന്നില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും കളിയാകലുകൾക്കും സ്വന്തം ഭാര്യയുടെ പോലും കുത്തുവാക്കുകൾക്കുമിടയിൽ ജീവിതത്തോട് മല്ലിട്ട് ഇന്ന് $40 കോടി അഥവാ 2855 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കിയെടുത്ത ഹോളിവുഡ് സിനിമാ പ്രേമികളുടെ രോമാഞ്ചമായ റോക്കിയായും റാംബോയായുമൊക്കെ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിയ സിൽവസ്റ്റർ സ്റ്റാലിൻ. ഒരു സിനിമയ്ക്ക് $15 മില്യൺ മുതൽ $20 മില്യൺ വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ശമ്പളമെന്ന് കേൾക്കുമ്പോൾ ഞെട്ടരുത്. അമേരിക്കയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ട്രൈ ആൻഡ് ട്രൈ അൻറ്റിൽ യു സക്സീഡ്. വിജയിക്കുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊരാളുടെ കയ്യബദ്ധം കാരണം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും പഴി കേൾക്കേണ്ടി വന്ന സിൽവസ്റ്റർ സ്റ്റാലിൻ തൻ്റെ ജീവിതം കൊണ്ട് ട്രൈ ആൻഡ് ട്രൈ അൻറ്റിൽ യു സക്സീഡ്
എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിയ യഥാർത്ഥ പോരാളി തന്നെയായിരുന്നു സ്റ്റാലിൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു.